കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ കേസിൽ ഡോക്ടർ CN വിജയകുമാരിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് നെടുമങ്ങാട് SC/ST കോടതി ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, ഇത്തരം ജാതി അധിക്ഷേപം ഇനി നടത്തരുത്, അതോടൊപ്പം തുടർച്ചയായ 3 ആഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. എന്തായാലും ഉപാധികളുണ്ട് ഈ ജാമ്യം നൽകുമ്പോൾ തന്നെ. തീർച്ചയായും രുചീഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് നെടുമങ്ങാട് SC/ST കോടതി ഇന്ന് നേരിട്ട് ഹാജരാകാൻ ഡോക്ടർ CN വിജയകുമാരിക്ക് നിർദ്ദേശം നൽകിയത്. അത് കഴിഞ്ഞ ശനിയാഴ്ച ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പരാതിക്കാരനായിട്ടുള്ള വിപിൻ വിജയൻ്റെ ഭാഗം കോടതി കേട്ടിരുന്നു. ഇതിനുശേഷം പ്രതിഭാഗം വക്കീലിനോട് കോടതി നിർദ്ദേശം നൽകിയത് നേരിട്ട് ഹാജരായാൽ ജാമ്യം അനുവദിക്കാമെന്നായിരുന്നു. അത് പ്രതിയുടെ അഭിഭാഷകൻ അംഗീകരിക്കുകയും ഇതിനെ തുടർന്നാണ് കേരളത്തിന് പുറത്തുണ്ടായിരുന്ന വിജയകുമാരി ഇന്ന് നെടുമങ്ങാട് SC/ST കോടതിയിൽ നേരിട്ട് ഹാജരായത്. ഈ വാദത്തിനിടയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് പ്രതി ഈ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട്, അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കരുത് എന്നുള്ള ഒരു വാദം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല. പക്ഷേ അതേസമയം ജാമ്യം അനുവദിച്ചത് ഉപാധികളോടുകൂടിയാണ്. ഈ ഉപാധികളിൽ പ്രധാനമായും പറയുന്നത് 3 ഞായറാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള DYSPയുടെ മുന്നിൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, ഒപ്പം തന്നെ സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കരുത്. ഈ 3 ഉപാധികളോടുകൂടിയാണ് നിലവിൽ നെടുമങ്ങാട് SC/ST കോടതി ഡോക്ടർ CN വിജയകുമാരിക്ക് ജാമ്യം അനുവദിച്ചത്. അതിനോടൊപ്പം തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സമയത്ത് രാഷ്ട്രീയ പകപോക്കലാണ് എന്നാണ് ഡോക്ടർ CN വിജയകുമാരി വാദിച്ചത്. പക്ഷേ വിപിൻ വിജയൻ, പരാതിക്കാരനായിട്ടുള്ള വിപിൻ വിജയന്റെ പരാതിയിൽ പറയുന്നത് താൻ ഗവേഷണ വിദ്യാർത്ഥി ആയതിനു ശേഷം നിരന്തരമായി തനിക്ക് കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ കേസിൽ ഡോക്ടർ CN വിജയകുമാരിക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.